കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ട്രോഫികൾ നേടുക എന്നതാണ് എല്ലാ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെയും ലക്ഷ്യം. കാരണം അവർ ടീമിനോടൊപ്പം എത്തിയ നാൾ മുതൽ അവർക്ക് സ്വന്തം രാജ്യത്തിൽ ലഭിക്കുന്ന അത്രയും ആരാധനയും ആദരവും ഫാൻസിൽ നിന്നും സഹതാരങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. മിലോസ് ഡ്രിൻസിച്ചിന്റെ ലക്ഷ്യം ടീമിനായി ആദ്യ കിരീടം നേടുക എന്നത് തന്നെയാണ്. ലെസ്കോ അടക്കമുള്ള പല പ്രതിരോധ താരങ്ങൾ വന്നുപോയപ്പോഴും നിർഭാഗ്യം കൊണ്ട് മാത്രം കൈവിട്ടു പോയ കിടങ്ങൾ തിരിച്ചുപിടിക്കാൻ ഗോൾ കീപ്പർക്ക് മുമ്പിൽ ഒരു പടയാളി തന്നെ വേണ്ടിവരും. സ്വന്തം ജീവൻ പോലും നോക്കാതെ ടീമിന്റെ വിജയത്തിനായി മുമ്പിൽ നിന്ന് പ്രതിരോധിക്കാൻ പോകുന്ന ഒരാളായിരിക്കണം അത്. എന്നാൽ ഇത്തവണ അതിനുള്ള അവസരം മിലോസിനാണെന്ന് തോന്നിപ്പോകും. അതിനുള്ള യോഗ്യത അയാൾ തെളിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാവണം ബ്ലാസ്റ്റേഴ്സ് മോണ്ടനേഗ്രൻ സെൻട്രൽ ബാക്ക് മിലോസ് ഡ്രിൻസിച്ചിന്റെ കരാർ 2026 വരെ നീട്ടിയതും. 2023 കേരള ബ്ലാസ്റ്റേഴ്സ് FC ചേർന്ന മുതൽ പ്രതിരോധ നിരയിലെ പ്രധാന താരമാണ് 25-കാരൻ. ആദ്യ സീസണിൽ മിലോസ് 22 മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞിട്ടുമുണ്ട്. ഒരു പ്രതിരോധ നായകൻ എന്ന നിലയിൽ മാത്രമല്ല, നിർണായക ഗോളുകൾക്കും സംഭാവന നൽകിയ മിലോസും ഓർമ്മിപ്പാമും പുതിയ സൈനിങ്ങളുമെല്ലാം പ്രതീക്ഷകളാണ്. അദ്ദേഹത്തിന്റെ പരുക്കനായതും ശാരീരിക കളിശൈലിയും ആരാധകരിൽ നിന്നും ടീമാംഗങ്ങളിൽ നിന്നും പ്രശംസ നേടിയെടുത്തിട്ടുണ്ട്. മിലോസിന്റെ കരാറിന്റെ വിപുലീകരണം ക്ലബിന്റെ പ്രതിരോധ ബാക്ക് ലൈൻ ശക്തിപ്പെടുത്തുന്നതിലും മികച്ച പ്രകടനം നടത്തുന്നവരുടെ സംഭാവനകൾ അംഗീകരിക്കുന്നതിനുമുള്ള സമർപ്പണത്തെ അടിവരയിടുന്നുണ്ട്. വരും സീസണിൽ ക്ലബിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ മിലോസ് ഒരു പ്രധാന സമ്പത്തായി തുടരുമെന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷം സസ്പെൻഡ് ചെയ്യപ്പെട്ട മത്സരങ്ങൾ ഒഴികെയുള്ള എല്ലാ ഗെയിമുകളും കളിച്ച മിലോസിന് സ്വന്തം ടീമിനെയും മറ്റു ടീമുകളെയും നന്നായി അറിയാം. ലക്ഷ്യം ട്രോഫികൾ നേടുക എന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് അറിയിക്കുന്ന ക്ലബ്ബാണ്. മിലോസിന്റെ വാക്കുകൾ ഈ സീസണിൽ സത്യമാവട്ടെ. ISL വിർജിൽ വാൻഡൈക്ക് എന്നറിയപ്പെടുന്ന എക്കാലവും ഓർത്തുവെക്കുന്ന ക്രൊയേഷ്യൻ ഡിഫൻഡർ ലെസ്കോവിച്ച് മടങ്ങിയത് മുതലേ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്നത് മറ്റൊരു വിദേശ ഡിഫൻഡർക്കുള്ള സ്ലോട്ടാണ്. ആ സ്ലോട്ട് ബുക്ക് ചെയ്തത് ഫ്രഞ്ച് ഡിഫൻഡർ അലക്സാൻഡ്രോ കോഫിനാണ്. ഒരു വർഷത്തെ കരാറിനാണ് താരം ക്ലബിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഫ്രഞ്ച് ലീഗ് 2-ലായിരുന്നു താരം അവസാനമായി പന്ത് തട്ടിയത്. സ്വന്തം പൊസിഷൻ പോലും ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ മാനേജേഴ്സിനും വേണ്ടി ഏത് പൊസിഷനിലും പ്രൈമറി ഓപ്ഷനായും ബാക്കപ്പ് പ്ലാനായും കളിക്കാൻ റെഡിയാവുന്ന താരത്തെയായിരുന്നു കൊമ്പന്മാരും തെരഞ്ഞിരുന്നത്. ഇനി അത് കോഫിനിലൂടെയും സാധ്യമായേക്കാം. കാരണം ഡിഫൻസിൽ കോഫിൻ സെന്റർ ബാക്കായും ഫുഡ് ബാക്കായും കരിയറിന്റെ ഉടനീളം കളിച്ചിട്ടുമുണ്ട്. പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ മാനേജേഴ്സിന്റെ തന്ത്രങ്ങൾക്കൊത്തൊരാൾ തന്നെയാണ്. ഇനി അറിയേണ്ടത് അയാളുടെ ഗ്രൗണ്ടിലെ കളിയാണ്. ആർത്തിരുമ്പുന്ന കൊച്ചിയിലെ സ്റ്റേഡിയത്തിലും പ്രതികാരങ്ങൾ വീട്ടാനുള്ള എവേ ഗ്രൗണ്ടുകളിലെയും താരത്തിന്റെ ഡിഫൻസ് സ്കില്ലിനായി കാത്തിരിക്കാം. ഫോറിൻ ഡിഫൻഡേഴ്സിനിടയിൽ ഒപ്പം കേൾക്കുന്ന പേരാണ് ഹോർമി പാമിൻ്റെത്. യുവതാരമായിരുന്നപ്പോൾ തന്നെ ലീഗിലെ താരത്തിന്റെ പ്രകടനം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇവാ മുക്കമനോവിച്ചിന്റെ അണ്ടറിൽ ഡിഫൻസിൽ ഫസ്റ്റ് ഓപ്ഷനായിരുന്ന ഹോർമി പല കളികളിലും സ്വന്തം കഴിവ് കൊണ്ട് എതിരെ വരുന്ന കളിക്കാരുടെ കാലിൽ നിന്നും മനോഹരമായി ബോൾ റിക്കവർ ചെയ്തിട്ടുമുണ്ട്. കുട്ടിക്കാലം മുതൽ ഉരുളുന്ന തുകൽ പന്തിന് പിന്നാലെ ചലിച്ച ഹോർമി മിനർവ പഞ്ചാബ് FCയിലൂടെയാണ് യൂത്ത് കരിയർ ആരംഭിച്ചത്. ഇന്ത്യൻ ആരോസിനായി ലോണിൽ കളിച്ച താരം ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സാന്നിധ്യമായി മാറി. കൃത്യമായ ക്ലിയറൻസും ബ്ലോക്കും ടാക്കിളുകളുമാണ് ഹോർമിയെ മികച്ചതാക്കുന്നത്. ഹോർമിപ്പം ഫോമിലേക്ക് ഉയർന്നാൽ ബ്ലാസ്റ്റേഴ്സ് വലയിൽ ഓപ്പൺ പ്ലേയിലൂടെ പന്തെത്തില്ലെന്ന വിശ്വാസം പലപ്പോഴും ശരിവെക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ നേരിയ വിള്ളലുകൾ ഡിഫൻസിൽ ഹോർമിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ സീസണിൽ മികച്ചതാവട്ടെ എന്ന് ആശംസിക്കുന്നു.